aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പാപത്തിലേക്ക് വീഴ്ത്താൻ നമുക്കെതിരെ സാത്താൻ ഉപയോഗിക്കുന്ന ശക്തമായ ഒരു അവയവമാണ് നമ്മുടെ അധരം എന്ന് പറയുന്നത്. മനസ്സ്, സംസാരം, സ്വഭാവം, മനോഭാവം എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. മനസ്സിലുള്ളത് അധരങ്ങളിലൂടെ പുറത്തു വരും. ഹൃദയം മെനഞ്ഞെടുക്കുന്നത് അധരത്തിൽ നിന്നും പുറത്തു വരും. യേശു പറഞ്ഞു, അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണമല്ല നിങ്ങളെ അശുദ്ധരാക്കുന്നത്, എന്നാൽ അകത്തുനിന്നും പുറത്തു വരുന്നവയത്രേ. ഒരു വ്യക്തി വചനം എത്ര പഠിച്ചാലും പ്രസ്താവിച്ചാലും അധരം പാവനമായ രക്തത്താൽ കഴുകപ്പെട്ടില്ലെങ്കിൽ അവൻ കൊലപാതകത്തിന് സമമായ പാപം ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞു. കോപം കൊലപാതകത്തിന് സമമായ പാപമാണ്. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും എന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായം 21-22 വചനങ്ങളിൽ നാം വായിക്കുന്നു. എങ്കിലും നാം എത്രയോ തവണ കൊലപാതക സമമായ ഈ പാപം ചെയ്തിരിക്കുന്നു. കോപിക്കുന്നവരെ ദൈവം തന്റെ സന്നിധിയിൽ നിന്നും ആട്ടിക്കളയുന്നു. കയീനെ ദൈവം ആട്ടിക്കളഞ്ഞു. കാരണം സഹോദരനോടുള്ള കോപം അഗ്നിനരകത്തിന് നമ്മെ യോഗ്യരാക്കുന്നു. നമ്മുടെ അധരങ്ങളിൽ സംസാരശക്തി നൽകിയത് ദൈവമാണ്. ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഉപകരണമാക്കാനാണ് ദൈവം അധരങ്ങളെ നിർമ്മിച്ചത്. ഇതറിയുന്ന സാത്താൻ അധരങ്ങളെ സകല ദൂഷണങ്ങളും പരദൂഷണങ്ങളും പോഷത്വങ്ങളും പറയിപ്പിക്കുന്ന ശക്തിയുള്ള അവന്റെ മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റുന്നു. അധരങ്ങളിൽ ജീവനും മരണവും ഒളിഞ്ഞു കിടക്കുന്നു. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും എന്ന് സദൃശവാക്യങ്ങൾ 18-21 നാം വായിക്കുന്നു. മരണം വേണമോ ജീവൻ വേണമോ എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. സാത്താനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്നത് ആത്മാവിൻ്റെ വാളായ വചനത്താലാണ്. വചനം കൊണ്ട് സാത്താന് പകരം കൊടുക്കണം. പ്രലോഭനവുമായി വന്ന സാത്താന് ദൈവം വചനം കൊണ്ട് പകരം കൊടുത്തു. നാം നന്മ ചെയ്ത് സാത്താനെ തോൽപ്പിക്കണം. അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന നല്ല വാക്കുകൾ സാത്താനെ തോൽപ്പിക്കുവാൻ പര്യാപ്തമാണ്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കി. എന്നാൽ ഭൂമി ആകൃതി ഒന്നുമില്ലാതെ ശൂന്യമായിരുന്നു. ആ അന്ധകാരത്തിന് മീതെ ദൈവാത്മാവ് വ്യാപിച്ചു എന്ന് വായിക്കുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2 മുതൽ ഉള്ള വചനങ്ങൾ. ദൈവം അന്ധകാര നിബിഡമായ ഭൂമിയെ നോക്കി നല്ല വാക്കുകൾ പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ എന്ന്. അപ്പോൾ ഭൂമിയുടെ ഇരുട്ട് മാറി, ഭൂമി പ്രകാശപൂരിതമായി. സാത്താൻ ജീവിതത്തിൽ ഇരുട്ട് കൊണ്ടുവരും. സകല നെഗറ്റീവ് ചിന്താഗതികളെയും കൊണ്ടുവരും. മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തും, ഉറക്കം കെടുത്തും, സ്വസ്ഥത നശിപ്പിക്കും. ദൈവം നമ്മുടെ
അധരങ്ങളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സാത്താൻ നമ്മുടെ അധരങ്ങളെ അവന് വേണ്ടി ഉപയോഗിക്കുവാൻ രാപ്പകൽ അധ്വാനിക്കും. അവൻ അധരങ്ങളുടെ രാജാവാകുമ്പോൾ വാക്കുകളുടെ നിയന്ത്രണം സാത്താൻ ഏറ്റെടുക്കും. അപ്പോൾ വീട്ടുജോലി ചെയ്യുന്ന കുടുംബിനി തൻ്റെ ജോലിയെക്കുറിച്ച് ഭർത്താവിനോട് പഴി പറയും. ഭർത്താവ് ഭാര്യയെ പഴിചാരും. കുടുംബത്തിലുള്ളവരെല്ലാം പരസ്പരം കലഹിച്ചും കോപിച്ചും ജീവിതം ദുസ്സഹമായി മുന്നോട്ട് കൊണ്ടുപോകും. നാം നമ്മുടെ അധരങ്ങളെ ശോധന ചെയ്യണം. സ്വർഗരാജ്യം കിട്ടാതിരിക്കാൻ സാത്താൻ നമ്മുടെ അധരങ്ങളെയാണ് ഏറ്റവും കൂടുതലായി ദുരുപയോഗപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കി അധരങ്ങളെ തങ്കച്ചോരയാൽ കഴുകി ശുദ്ധീകരണം പ്രാപിപ്പാൻ നാം പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിക്കണം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശമെന്ന് സദൃശവാക്യങ്ങൾ 10:14 നാം വായിക്കുന്നു. മൂഢന്റെ അധരങ്ങൾ വഴക്കിന് ഇടയാക്കുന്നു, അവന്റെ വായ് തല്ല് വിളിച്ചു വരുത്തുന്നു. മൂഢന്റെ വായ് അവന് നാശം, അവന്റെ അധരങ്ങൾ അവന്റെ പ്രാണന് കണി എന്ന് സദൃശവാക്യങ്ങൾ 18:6-7 വചനങ്ങൾ നാം വായിക്കുന്നു. നാം നമ്മുടെ പരിതസ്ഥിതികളെ കുറിച്ച് പരാതി പറഞ്ഞിരിക്കരുത്. എന്നാൽ നമ്മോട് പറയുന്ന കാര്യങ്ങൾ പറയുവാൻ നമ്മുടെ അധരങ്ങൾ തുറക്കണം. സകല അന്ധകാര ശക്തികളെയും വചനമാകുന്ന ആത്മാവിന്റെ വാൾ കൊണ്ട് തകർക്കണം. സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന ഒരായുധമായി അധരങ്ങളെ ഉപയോഗിക്കണം. അതിന് വചനം പറയണം. എങ്കിൽ ആ വചനം കേട്ട് നമ്മുടെ ചുറ്റും ദൂതന്മാർ പാളയം ഇറങ്ങും. അവർ അത് കേട്ട് ആർത്ത് യഹോവയെ വാഴ്ത്തിപ്പാടും. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെയും യഹോവയെ വാഴ്ത്തുവീൻ എന്ന് 103-ാം സങ്കീർത്തനം 20-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ അധരങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. സദൃശവാക്യങ്ങൾ 21:23. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.